കേരളത്തിൽ 3000 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ നൽകുമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ഇത് ഈ കാലത്തെ ഏറ്റവും വലിയ തമാശയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 32 മാസവും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 18 മാസവും പെൻഷൻ കുടിശ്ശിക വരുത്തിയവർ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ അതേ ആള് ഞങ്ങൾ വന്നാൽ 3000 രൂപ കൈക്കൂലി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന കൈക്കൂലി 3000 എന്നാണോ ഈ നാട്ടിലെ പെൻഷൻ വാങ്ങുന്നവർ കരുതേണ്ടത്? ഇടതുപക്ഷത്തിന്റെ സമീപനം പെൻഷൻ ഔദാര്യമല്ല, കൈക്കൂലിയുമല്ല, അവകാശമാണ് എന്നാണ്. അതിനുവേണ്ടി ഏതാണ്ട് 90,000 കോടി രൂപയാണ് കേരളത്തിൽ ഇതിനകം ചെലവഴിച്ചത്. വസ്തുത ഇതായിരിക്കെ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറയുന്ന നേതാവ് വന്നിട്ട് പറയാണ്, ഞാൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് 3000 രൂപ വീതം കൈക്കൂലി കൊടുക്കും. ഇതൊക്കെ പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. UDF വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാണ്, ഞങ്ങൾ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും. അതിനർത്ഥം പാവങ്ങൾക്ക് വീടുണ്ടാവില്ല. നിയമന നിരോധനമാണ് ഇവരുടെ മുഖമുദ്ര. എന്നിട്ട് KC വേണുഗോപാൽ പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൃത്യമായി PSC വഴി നിയമനം നടത്തും. ഇത് 6 മാസം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന PSC നിയമനം സംബന്ധിച്ച രാജ്യത്താകെയുള്ള ഒരു ബുള്ളറ്റിനാണ്. അതിൽ 2024 ജൂലൈ മുതൽ ഡിസംബർ വരെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം PSC നിയമനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്, ഞങ്ങൾ കർണാടക, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ രീതിയിൽ കേരളത്തിൽ നടപ്പാക്കുമെന്നാണ്. കേരളത്തിലെ 6 മാസത്തെ 2024 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസത്തെ നിയമനങ്ങൾ 15,146 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമനങ്ങളാണത്. എന്നാൽ കർണാടക 6 നിയമനമാണ് നടത്തിയത് 6 മാസത്തിനിടയിൽ. തെലുങ്കാന 1 ആളെയാണ് PSC വഴി നിയമിച്ചത്. ഈ സംസ്ഥാനങ്ങളിൽ കരാർ നിയമനമാണ് നടക്കുന്നത്. PSC വഴിയുള്ള നിയമനമില്ല. PSC വഴി ഏറ്റവും കൂടുതൽ നിയമനം കേരളത്തിലാണെന്ന് മാത്രമല്ല, രാജ്യത്താകെയുള്ള PSC നിയമനങ്ങളുടെ 64% കേരളത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുതയെ പച്ച നുണ കൊണ്ട് എങ്ങനെയാണ് നേരിടാൻ കഴിയുക?